ഈ ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ? നോളജും വിസ്ഡവും തമ്മിലൊരു വ്യത്യാസം പോലെ തന്നെ ഞാനും തമ്മിൽ. Where there is I, there is no wisdom. എവിടെ ഞാനെന്നൊരു ഭാവം ഉണ്ടോ, ഞാനെന്നൊരു ചിന്തയുണ്ടോ, അവിടെ എന്തില്ല? ജ്ഞാനമില്ല. എപ്പോൾ ഞാനൊന്നുമല്ല തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് എപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അവിടെ ജ്ഞാനമായി. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും വാട്ട് ഈസ് വിസ്ഡം? ബൈബിളിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നുണ്ട് വിസ്ഡം എന്നാണ്. The fear of the Lord is the beginning of wisdom. അല്ലേ? യഹോവ ഭക്തി എന്തിന്റെ ആരംഭമാണ്? ജ്ഞാനത്തിന്റെ ആരംഭമാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിസ്ഡം ആൻഡ് നോളജ്? Knowledge is comes and goes, and we are getting through. Now we are reading books, we are watching media or news or something. We are getting enough information from different sources. Especially now, what is that? Chat GPT, right? If you are giving something, oh, she is giving enough information. No, ഒരു കുഴപ്പമില്ല. നേരത്തെ അസൈൻമെന്റ് എഴുതി നമ്മൾ വിഷമിക്കാതെ ഇപ്പോൾ ഒരു വിഷയമില്ല. ചാറ്റ് ജി പി ടി വന്നതോടുകൂടി എവരിബഡീസ് ഓക്കെ. കുഞ്ഞുങ്ങളൊക്കെ ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്ത് പോവാം. ഈ ഇൻഫർമേഷൻ വി ആർ ഗെറ്റിംഗ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, ദാറ്റ് ഇസ് നോളജ്. But the wisdom is generally different. That is from above. Then what is wisdom? Fear of the Lord. യഹോവ ഭക്തിയാണ് യഥാർത്ഥമായ വിസ്ഡം, യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത്. യഥാർത്ഥമായ ജ്ഞാനം യഹോഭക്തിയാണ് എങ്കിൽ യഹോവയെ അന്വേഷിക്കുന്നില്ലേ? സങ്കീർത്തനക്കാരൻ പറഞ്ഞ എന്താ? യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ട്. നമ്മളെല്ലാവരും ലോകപ്രകാരം പറയും ഹു ഇസ് വൈസ്. ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നവരെ അല്ലേ? വളരെ IQ ലെവലൊക്കെ ഹൈ ആയിട്ടുള്ളവരെ നമ്മൾ പറയും ഈസ് വൈസ്. IQ level is very high. But biblically or spiritually we cannot say that he is a wise man. A knowledge wise he is a wise man. But spiritually he is not wise or she is not wise. Those who are searching God, യഹോവയെ അന്വേഷിക്കുന്നവൻ ആരാണോ അവരാണ് ആര്? യഥാർത്ഥമായ ബുദ്ധിമാനും ബുദ്ധിമതി. നമ്മളൊക്കെയും ബുദ്ധിമാനും ബുദ്ധിമതിയും ആണോ എന്നുള്ളത് നമ്മൾ തന്നെ ചോദിച്ചു നോക്കണം അല്ലേ? എങ്ങനെ ഈ ജ്ഞാനം നമുക്ക് കിട്ടും? അതായിരുന്നു നമ്മുടെ ഈ വർഷം ചിന്തിച്ച കാര്യം. ഈ ജ്ഞാനവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ? നോളജും വിസ്ഡവും തമ്മിലൊരു വ്യത്യാസം പോലെ തന്നെ ജ്ഞാനവും തമ്മിൽ. Where there is I, there is no wisdom. എവിടെ ഞാനെന്നൊരു ഭാവം ഉണ്ടോ, ഞാനെന്നൊരു ചിന്തയുണ്ടോ, അവിടെ എന്തില്ല? ജ്ഞാനമില്ല. എപ്പോൾ ഞാനൊന്നുമല്ല തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് എപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അവിടെ ജ്ഞാനമായി. അതുകൊണ്ട് ഈ സെമിനാരി പഠിപ്പിക്കുമ്പോൾ ഞങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത് ഫിലോസഫിയാണ്, ദെൻ തിയോളജി. സെമിനാരി പഠിക്കുന്നവരെല്ലാം പഠിക്കും, ഫിലോസഫി പഠിക്കും. വാട്ട് ഈസ് ഫിലോസഫി? ഫിലോസോഫിയ, ലവ് ഓഫ് വിസ്ഡം. യു ഹാവ് ടു ഗെറ്റ് ഇനഫ് നോളജ്. ഈ ഞാൻ റിലീജിയനിലെ ക്ലാസ് സെമിനാറിൽ എടുത്തോണ്ട് ഉപനിഷത്തിൽ ഒരു ഇതുണ്ട്, നേതി തിയറി ഉണ്ട്. കേട്ടിട്ടുണ്ടോ? നേതി തിയറി. Na iti, that is Sanskrit word ആണ്. Na iti, that is Sanskrit neti. That means this is not. In our life, അല്ലേ, നമ്മുടെ എല്ലാ ജീവിതത്തിൽ we are not satisfied. One or another way we are not satisfied. Now we are searching for something. വിക്കിപീഡിയ തിരഞ്ഞാൽ കിട്ടുമോ? ഗൂഗിൾ തിരഞ്ഞാൽ കിട്ടുമോ? കുറെ പവർ കിട്ടിയാൽ രക്ഷപ്പെടുമോ? ഒരു നോളജ് കിട്ടിയാൽ രക്ഷപ്പെടുമോ? പൊസിഷൻ കിട്ടിയാൽ രക്ഷപ്പെടുമോ? ലെക്സസ് കാറോ ഔഡി കാറോ കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ? 1 million വീട് കിട്ടിയാൽ രക്ഷപ്പെടുമോ? ഇതെല്ലാം കിട്ടിയാലും പറയും this is not I am searching for, some other thing. Na iti or this is no, neti, this is not. That is philosophy. We are searching. At the end we are realize that God is the final. ദൈവമാണ് എല്ലാം എന്ന് റിയലൈസ് ചെയ്യുന്നുവോ അന്ന് നമ്മൾ മനസ്സിലാക്കും അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് സെന്റ് അഗസ്റ്റിൻ പറയുന്നത്, ലോർഡ് യു ക്രിയേറ്റഡ് മീ ഫോർ യു, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്.
until I rest in you. Lord, you created me for you. I am not satisfied until I rest in you. ഞാൻ നിന്നിലാകുന്നത് വരെ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടത്തില്ല. നമുക്കറിയാമല്ലോ, യു ആർ ലിവിങ് ഇൻ അമേരിക്ക. എന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടോ? തമ്പുരാൻ്റെ കൃപയുണ്ട് ഉണ്ടോ? ഞാൻ ഇന്നലെ ഞങ്ങളുടെ കുട്ടനാട്ടുകാരോടൊക്കെ സംസാരിക്കും. അവിടെ കുറച്ച് പേര് കുട്ടനാട്ടുകാർ വന്നായിരുന്നു ചെന്നങ്കരിയിൽ നിന്ന്. എന്നാൽ അവിടെ ഫ്ലഡാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഈ ഫ്ലഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒക്കെ ശരിക്കും ഫുഡ് കിട്ടത്തില്ല, ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. അങ്ങനെ ഒരു കാലമൊക്കെ ഞാൻ കൊടുത്തു. ഇവിടെ കുട്ടനാട്ടുകാരൊക്കെ വീട്ടിൽക്കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്രയാസ കാലഘട്ടമാണ്. വെള്ളമൊക്കെ ഉണ്ടാകുന്ന സാരം പ്രാവശ്യത്തെ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ഡീസൻറ്റ് കേട്ടോ. എന്നറിയാമോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അരയേറ്റം വെള്ളം കാണും. അതിൻ്റെ വീട് ഇങ്ങനെ പലകെട്ടെടുക്കും. പലകെട്ടടുക്കിയിട്ട് ഞങ്ങൾ അതിൻ്റെ വീട് കയറിയിരിക്കും. നല്ല സുഖമാണ്. AC അല്ല, താഴേന്ന് വെള്ളം, AC ക്ലൈമറ്റാണ്. തന്നെ ചൂണ്ടയിടും. ആ പലയുടെ വെള്ളത്തിൽ ചൂണ്ടയിടും, മീൻ പിടിക്കും, അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും. അമ്മ അത് കറിയൊക്കെ ചോറ് വെച്ച് നമ്മൾ സുഖമായിട്ട് ചോറിട്ട് പിന്നെയും കയറി കിടന്ന് പതപ്പോലെ മുണ്ട് വലിച്ച് തലയോട് കൊല്ലിട്ട് പിന്നെ കിടന്ന് ഉറക്കണം. സോ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന കാര്യം, യഥാർത്ഥമായ ജ്ഞാനത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ഒരുങ്ങുക എന്നുള്ളത്. ജീവിതയാത്രയിൽ ദിസ് ഈസ് നോട്ട്, ദിസ് ഈസ് നോട്ട്, ദിസ് ഈസ് നോട്ട്, ഇതല്ല 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 എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം. യഥാർത്ഥമായ ദൈവമാണ് ആത്യന്തികമായി നന്മയിലേക്ക് നമ്മെ നയിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ സങ്കീർത്തനം രാവിലെ വായിച്ചപ്പോഴത്തേക്കും എന്താ യഥാർത്ഥമായ സാക്രിഫൈസ് എന്നാണ് Psalms 51 വായിക്കുന്നത്. The sacrifice of God is a humble spirit. അല്ലേ? വിനയമുള്ള ആത്മാവ്, അതാണ് ദൈവത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ എന്തുവാ യാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുർബാന എന്ന് പറയുന്നത്. ഞാനൊന്നുമല്ല എന്നൊരു ബോധ്യത്തോടു കൂടി ദൈവസന്നിധി ജീവിക്കാൻ കൊണ്ട് സാധിക്കും. ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും വളരേണ്ടത്. ഒക്കെയും നമ്മുടേതായ ജീവിതയാത്രയിൽ തമ്പുരാനെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് പല തലത്തിലും കരഞ്ഞുകൊണ്ടേയിരിക്കുക. സാറ്റിസ്ഫൈഡ് അല്ല. ഒരു എന്ത് പറഞ്ഞ നമ്മളെ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറയാം. എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത്? പണത്തിന്റെ കുറവ് കൊണ്ടാണോ? ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ? മറ്റ് പല വിഷയങ്ങൾ കൊണ്ടാണോ? അല്ല. യഥാർത്ഥമായും ദൈവിക അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്ന കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് അവസാനിപ്പിക്കുക. ഇവിടെയൊക്കെ ജീവിതയാത്ര യഥാർത്ഥമായ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജീവിതയാത്ര. പ്രധാനമായി വേണ്ടുന്നത് സെർച്ച് ഫോർ ഗോഡ്. ഇന്ന് ഞങ്ങളെ ആക്ച്വലി ഈ യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വരുന്നില്ല, പള്ളി വരുന്നില്ല, അല്ലെ മീറ്റിങ്ങിന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പം ഒരു യങ് പയ്യൻ എഴുന്നേറ്റ് പറയുകയാണ്, തിരുമേനി, യു ഹാവ് ടു ഇൻഫോം അവർ പേരൻസ്, അവർ ഫാമിലി മെമ്പേഴ്സ്. We have to start prayer from family. Evening prayer illa dirumeni, morning prayer illa. There is no morning prayer, there is no evening prayer, there is no noon prayer, there is no Lent, there is no nothing is going on. Busy life. നമുക്ക് ഒരു മാറ്റം വരണ്ടേ? പ്രാർത്ഥനയുടെ ഒരു ശക്തിയില്ല നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? മുഖേയും ഓർത്തിരിക്കേണ്ടുന്ന കാര്യം, ശൈശവം മുതലേ, കുഞ്ഞുപ്രായം മുതലേ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന തുടരണം. കുഞ്ഞുങ്ങളെ കൊച്ചിലേ മുതലേ പള്ളിയിൽ കൊണ്ടുവരണം. അവിടെ എപ്പോഴും സ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ പങ്കുവെക്കാൻ കൊണ്ട് സാധിക്കണം. ദേവാലയം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാണെന്നും ദൈവിക സമാധാനങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു വലിയ സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങളെ കൈമാറാൻ കൊണ്ട് സാധിക്കണം. പ്രാർത്ഥന എന്നുള്ളത് ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യമായി മാറണം. അത് മാത്രമേ നമുക്ക് ശക്തിയായിട്ടുള്ളൂ. ഇവാനിസ് തിരുമേനി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഗീവർഗീസ് മാർ ഇവാനിസ് തിരുമേനി ഹി വാസ് വെൻ ത്രൂ സോ മെനി എന്ന് പറഞ്ഞ സിക്കായിട്ട് ഒത്തിരി പ്രോബ്ലംസ് ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഷപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു, തിരുമേനി ജീവിതം എന്താ പഠിപ്പിച്ചേ? ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയില്ലേ? വാട്ട് യു ലേൺ ഫ്രം യുവർ ലൈഫ്? ഇമ്മീഡിയറ്റ്ലി തിരുമേനി പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ? ജീവിതം എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചു. ജീവിതം എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന യഥാർത്ഥമായി നമുക്ക് ഇന്ന് കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പം വീട്ടിൽ നിന്നൊക്കെ പറയാം. ഗൾഫിലൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് വിസിറ്റിന് പോയായിരുന്നു. രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഗൾഫിലെ പള്ളികളിൽ ആളുകളാണ്. They are spending all day, all evening, all night in the church because there is no security to
tomorrow morning they do not know there is a job there. അവിടെ അവർ പള്ളിയിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു നിലവിളിച്ചെന്നാണ് രാവിലെ പള്ളിയിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കൃപകളും നൽകിയിട്ടുണ്ട്. ദൈവത്തെ എപ്പോഴും ഓർത്തോണം. ദൈവസ്ഥനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരിക്കണം. ഓരോ നിമിഷവും ഓർക്കണം, തമ്പുരാനെ നീ തന്നതല്ലാതെ ഒന്നുമില്ല, നത്തിങ്. ഇപ്പം ഞാൻ എപ്പോഴും എവിടെ പോയാലും ഒരു പ്രാർത്ഥന, സെയിൻറ്റിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ലോർഡ്, ഐ ആം നത്തിങ്, ഐ ഹാവ് നത്തിങ്, ഐ കാൻ ഡു നത്തിങ്, ഐ ആം വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഐ ആം വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. തമ്പുരാന്റെ കൃപയില്ലാതെ ഒന്നുമില്ല. നമുക്ക് എന്താ, വെറും ബബിളാണ്, വെറും കുമിളകളാണ്. ഓരോ ദിനവും നമ്മൾ ഓർത്തിരിക്കണം, തമ്പുരാന്റെ കൃപ മാത്രമേ ഉള്ളൂ. ഞാനെന്നൊരു ഭാവം ഒരിക്കലും നമ്മുടെ ജീവിതയാത്ര ഉണ്ടാകരുത്. ഞാനൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയെ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ചെറിയൊരു ജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത്. ആ ചെറിയ ജീവിതയാത്രയിൽ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിപ്പാനും അതാണ് യഥാർത്ഥമായ ജ്ഞാനമെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിലൂടെ ദൈവകൃപ പ്രാപിക്കാൻ കൊണ്ട് സാധിക്കും. സൺഡേ മോർണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ദൂരെയൊക്കെ ആണെന്ന് പറഞ്ഞാലും ആദ്യം നമ്മൾ ചെയ്യുന്ന നേരം കർത്താവിൻ്റെ ദിവസമാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങുക എന്നുള്ളതാണ്. അത് പള്ളിയിൽ പോകേണ്ട ദിവസമാണെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് രാവിലെ ഒരു ചായ കുടിച്ച് അത്യാവശ്യം വാർത്തകളൊക്കെ കേട്ട് നാട്ടിലുള്ള ആൻറ്റി അങ്കിളി അപ്പച്ചനെ അമ്മച്ചിയും ബന്ധുക്കാരെ സ്വന്തക്കാരെ എല്ലാം വിളിച്ച് നാട്ടിലെ ഉമ്മഞ്ഞാണ്ടി തോറ്റോ, ഉമ്മഞ്ഞാണ്ടി ജയിച്ചോ, അല്ല ഉമ്മഞ്ഞാണ്ടി പോയല്ലോ, ആരെങ്കിലും ജയിച്ചോ തോറ്റോ, അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിലോട്ട് പോകല്ലേ. അവിടെ ജ്ഞാനം കിട്ടത്തില്ല, നോളജ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പള്ളി വന്നാൽ ലോങ് സർവീസാണ്, ബോറിങ്, ഒത്തിരി നേരം എടുക്കുന്ന സർവീസ്. We have to have a preparation for the worship. എക്സാമിന് പോകുന്ന പോലെ പോകണം. പഠിച്ചിട്ട് പോയില്ലെങ്കിൽ അവിടെ പോയിരുന്ന തല ചൊറിയും. നമ്മളെല്ലാം പരിശീലിച്ചിട്ടുള്ളതല്ലേ. അവിടെ പോയിരുന്ന നമ്മൾ തല ചൊറിയും എന്ന് പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് വരുമ്പം, ആരാധനയ്ക്ക് വരുമ്പം നല്ല ഒരുക്കത്തോടു കൂടി ഈ മനസ്സിന് പിന്നെ ഒന്ന് 6 മണി കഴിഞ്ഞാൽ പിന്നെ മുണ്ട് കയറാം. പിന്നെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ സൺഡേ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒന്നിനൊന്ന് ലേറ്റായിട്ട് പോകും. എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫെലോഷിപ്പ് മാത്രമായിട്ട് ആരാധന മാറാതെ, ആരാധനയ്ക്ക് സൺഡേ കടപ്പെട്ട ദിവസങ്ങളിലെ ആരാധന സമയത്തിന് തന്നെ ആരാധിപ്പാൻ തക്കോണം പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം. എല്ലാ ദൈവപൂർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വളരെ വേഗം വളരുന്നതിൽ ഒത്തിരി സന്തോഷം. ദൈവം കൃപ ചെയ്യും, ദൈവം അനുഗ്രഹം നൽകും. നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ദൈവം വരാൻ കൂട്ടാൻ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂട്ടായ്മയും ആ കാര്യത്തിൽ ഉണ്ടായിരിക്കട്ടെ. തമ്പുരാന്റെ കാര്യമാണ്, അതിൽ ഞങ്ങൾ ഒന്നിച്ച് നിന്ന് തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള യഥാർത്ഥമായ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഐക്യത്തോടു കൂടി എല്ലാവർക്കും പ്രവർത്തിക്കാൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ.